വയനാട് കോൺഗ്രസിൽ വൻ പ്രതിസന്ധി. പ്രബലരായ 2 നേതാക്കൾ പ്രതികളായതോടെ ജില്ലയിലെ പാർട്ടി പ്രതിസന്ധിയിലായി. രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയിലാണ് DCC ഓഫീസ്. പ്രതിസന്ധി കടുക്കുമ്പോഴും ഒരു വിഭാഗം പ്രതിരോധിക്കാതെ മാറി നിൽക്കുകയാണ്. സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. MLA-യും DCC പ്രസിഡന്റും പ്രതികളായിട്ടും വിജയന്റെ മരണത്തിൽ പോലും വയനാട് MP പ്രതികരിച്ചിട്ടില്ല. പ്രധാന പ്രതികളായ 3 നേതാക്കളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റിന് ശ്രമിക്കില്ലെന്ന് പോലീസും അറിയിച്ചിരുന്നു. അവസാനം കോടതി നിർദ്ദേശം വന്നു. DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ജനുവരി 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഈ നിർദ്ദേശം. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും MLA IC ബാലകൃഷ്ണന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ ഈ നിർദ്ദേശം. DCC പ്രസിഡന്റും MLA-യും ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായതോടെ വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം ഗുരുതര പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത്രയധികം നേതാക്കൾ ഒന്നിച്ച് അതിഗുരുതരമായ കുറ്റകൃത്യത്തിൽ പ്രതിചേർക്കപ്പെടുന്നത് വയനാട്ടിൽ ആദ്യമായാണ്. കോൺഗ്രസ് നേതാക്കളെ പ്രതികളായി ചേർത്ത് ഇന്നലെ രാവിലെ വിവരം പുറത്തു വന്നതോടെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലായിരുന്നു 3 പേരും. KK ഗോപിനാഥൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലായിരുന്നു സമർപ്പിച്ചത്. അതേസമയം കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമെന്ന പരാതിയും ഇതിനിടയിൽ വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, TN പ്രതാപൻ, K ജയന്ത് എന്നിവർക്കെതിരെയാണ് പരാതി. CPM വയനാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂരാണ് പോലീസിൽ പരാതി നൽകിയത്. നേതാക്കളുടെ അഴിമതി കൊണ്ട് സാമ്പത്തിക ബാധ്യതയിലായ NM വിജയന്റെ കുടുംബം കേസിൽ പ്രധാന സാക്ഷികളാണ്. ഇവരുടെ വീട്ടിലെത്തിയ KPCC സമിതി ബാധ്യത ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. നിയമവീഴ്ചയ്ക്കെതിരെയുള്ള നീക്കം പോലീസ് തടയണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന അഴിമതിയിൽ പരാതിക്കാരായവരെ സ്വാധീനിക്കാനും ശ്രമമുണ്ടെന്ന് പരാതിയിലുണ്ട്. പരാതിയുമായി എത്തുന്നവരെ പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് സ്വാധീനിക്കുന്നത്. അതേസമയം MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് വമ്പൻ പ്രതിഷേധം വയനാട്ടിൽ നടന്നിരുന്നു.